യുഡിഎഫിന്റെ ഭരണസിരാ കേന്ദ്രമായി മാറി മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ വസതിയായ പാണക്കാട്. മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് നൽകിയതിന് പിന്നിൽ ന്യൂനപക്ഷ പ്രീണനമെന്ന് വ്യക്തം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തും. യുഡിഎഫ് മന്ത്രിസഭയിൽ പിടിമുറുക്കുകയാണ് മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസം, തദ്ദേശം, വ്യവസായം ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈക്കലാക്കിയതോടെ മന്ത്രിസഭയിലും ലീഗ് മേധാവിത്വം. യുഡിഎഫ് നടപ്പാക്കാൻ പോകുന്ന പ്രധാന പദ്ധതികൾ ലീഗുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് നടപ്പാക്കുക. ഇതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ നേരിട്ട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ രാവിലെ വി.ഡി. സതീശൻ പാണക്കാട് തങ്ങളുടെ വസതിയിൽ എത്തും. തുടർന്ന് യുഡിഎഫ് സർക്കാർ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ചർച്ച നടത്തും. മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകിയാകും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നേരത്തെ യുഡിഎഫ് മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയിരുന്നു. ലീഗ് ആവശ്യപ്പെട്ട വകുപ്പുകളും തർക്കമില്ലാതെ തന്നെ അനുവദിച്ചു. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പരസ്യമായി പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വിധേയരായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് മന്ത്രിമാർ. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.